എല്ലാവർക്കും നൈസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാനിന്നിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. കാരണം വെച്ചാൽ നമ്മളോട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ പെട്ടെന്ന് കൂടി എന്നുള്ളത്. നമ്മൾ മൂന്ന് മാസം ആയിട്ടുള്ളൂ നമ്മൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തിട്ട്. നമ്മൾ അതിന് മുന്നായിട്ട് യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടായി, പക്ഷെ നമ്മൾ വീഡിയോസൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് മൂന്ന് മാസം ആയിട്ടുണ്ടാവുള്ളൂ, അതിൽ കൂടുതലൊന്നും ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ നമുക്ക് 2-3 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ ആൾക്കാരോടൊക്കെ പറഞ്ഞിരുന്നു, അധികം ആൾക്കാരോട് പറഞ്ഞിരുന്നില്ല, നമ്മൾ പറ്റിയവരോടൊക്കെ പറഞ്ഞിരുന്നു. ഈ പറയണവരെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നു നമുക്ക് തോന്നണില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഓരോരുത്തരും ഇഷ്ടങ്ങളാണ് അത് ചെയ്യണം എന്നുള്ളത്. അപ്പം പിന്നെ ഞങ്ങളങ്ങനെ പറയൽ നിർത്തി. അങ്ങനെ അധികം എൻ്റെ അറിവിൽ ഞാനങ്ങനെ അധികാരോടും പറഞ്ഞിട്ടില്ല സബ്സ്ക്രൈബേഴ്സ് ചെയ്യാനായിട്ട്. നമ്മളെന്ത് ചെയ്ത് വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ ഒരു ദിവസമൊക്കെ 2-3 തന്നെ കൂടിയിട്ടുള്ളൂ. അധികം പേരൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 50-60 അങ്ങനെയൊക്കെ ആയിട്ട് നിന്ന് ഒരു ദിവസം കൂടിയതല്ല ഞാൻ പറയണത്. കുറച്ച് ദിവസങ്ങൾ ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടി 50 ആയിട്ടുള്ളൂ. അതിൽ നിന്നൊരു മാറ്റില്ല നമുക്ക്. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ച് എന്ത് ചെയ്താലാണ് സബ്സ്ക്രൈബേഴ്സ് കൂടാന്നുള്ളത്. കാരണം നമ്മൾ മറ്റുള്ളവരോട് പറയണതിന് ഒരു പരിധി ഉണ്ടല്ലോ. അപ്പം നമ്മളത് അവസാനിപ്പിച്ച് ഞങ്ങളെന്ത് ചെയ്ത് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് അധികം വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും കൂടിയിട്ടില്ല. ലോങ് വീഡിയോ ഒന്നും നമുക്കിപ്പോൾ ഒറ്റയടിക്കൊന്നും നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല. ഞാൻ പുതിയ ആൾക്കാരോടാണ് പറയുന്നത്, ലോങ് വീഡിയോ ഒന്നും നമ്മൾ പെട്ടെന്ന് ഇടരുത്. പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ലോങ് വീഡിയോ ഒന്നും അങ്ങനെ പെട്ടെന്നൊന്നും റീച്ച് ആവില്ല, അങ്ങനെ ആരും കാണണമെന്നില്ല. അഥവാ അങ്ങനെ ഇടണമെങ്കിൽ തന്നെ നമ്മൾ ഏറ്റവും നല്ല വീഡിയോസൊക്കെ നല്ല ക്വാളിറ്റി തന്നെ എടുക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും കണ്ടൻറ്റ് ഉണ്ടാവണം. നമ്മൾ വെറുതെ എന്തെങ്കിലും ഒരു കാണിച്ച് എന്തെങ്കിലും നമ്മൾ യാത്ര പോകണതോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണതോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണണമെന്നില്ല. പിന്നെ നമ്മൾ അത്രയും സെലിബ്രിറ്റികളാവണം നമ്മൾ അങ്ങനത്തെ വീഡിയോകൾ ഇടണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ലോങ് വീഡിയോ 2-3 ഇട്ടിട്ട് ആരും കാണുന്നില്ല. പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലത് ഷോർട്ട് വീഡിയോയാണ് ഇടേണ്ടത് നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഷോർട്ട് വീഡിയോ നമുക്ക് എന്തായാലും നമ്മളിടുന്ന വീഡിയോസ് നമ്മളെ കണ്ടൻറ്റുകളൊന്നും ഒറ്റയടിക്കൊന്നും ആരും ഏറ്റെടുക്കില്ല. അപ്പോൾ ഞങ്ങൾ എന്താണ് പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മൾ യൂട്യൂബിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ആദ്യം ഇടുന്ന വീഡിയോസൊന്നും അധികം വ്യൂസൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ ആലോചിച്ച് ചിലയിടത്തൊക്കെ ഒറ്റയടിക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് 1K കഴിയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലവരുടെ വീഡിയോസൊക്കെ വരുമ്പോൾ നമുക്ക് 1 lakh ഒക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇത് പെട്ടെന്നൊക്കെ ഇങ്ങനെ കയറുന്നത് 5K അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കയറുമ്പോൾ നമ്മൾ 300 പേര് 200 പേര് അതിൽ കൂടുതൽ കാണണമെന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താ ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങൾ ആദ്യം വിചാരിച്ച് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിത് നിർത്താം, ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് വീണ്ടും ഷോർട്ട് കോമഡികൾ ഇടാൻ തോന്നി. ഷോർട്സ് കോമഡികളായിട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ നമ്മൾ ചില വീഡിയോസൊക്കെ കയറി തുടങ്ങിയപ്പോൾ ആയ വീഡിയോസ് കയറിയെങ്കിലും പിന്നെ നമുക്ക് വീഡിയോസ് കയറണില്ല. ചില ടൈമിൽ നമ്മളെ വീഡിയോസ് കയറും, ചില ടൈമിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ 345 വ്യൂസ് 500 വ്യൂസായിട്ട് നിൽക്കണം. അപ്പോൾ നമ്മളതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്ത് ലാസ്റ്റ് നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മളെ YT സ്റ്റുഡിയോയിൽ തന്നെ നമ്മൾക്കൊരു സംഭവമുണ്ട്. നമ്മളെ ഈ യൂട്യൂബ് തന്നെ നമ്മളെ വീഡിയോസ് എല്ലാവർക്കും എത്തിക്കും. അതിനൊരു ടൈമുണ്ട് നമുക്ക്. ആ ടൈം എപ്പോഴാണെന്ന് നമ്മളറിയണം. നമ്മൾ വെറുതെ വീഡിയോസ് കുറേ ഇട്ടിട്ട് കാര്യമില്ല. നമ്മളെ വീഡിയോസ് എപ്പോൾ ഇട്ടാലാണ് നമ്മളെ യൂട്യൂബ് എല്ലായിടത്തേക്കും എത്തിക്കുക എന്നുള്ള സംഭവമുണ്ട്. ആ ടൈം ഞങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇന്ന സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് കയറാറുള്ളൂ. ഞങ്ങളെ വീഡിയോസ് മിക്കതും കയറുന്നത് ആദ്യം നൈറ്റായിരുന്നു. നൈറ്റ് ഒരു 10 മണിക്ക് ശേഷം ഇട്ട് കഴിഞ്ഞാൽ കയറും. നമുക്ക് രാവിലെ വരെ കുഴപ്പമില്ല, പിന്നെ ഉച്ചക്കൊന്നും ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കയറില്ല. അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഇട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളെ വീഡിയോസൊക്കെ കയറി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ടൈം മാറി. നമ്മളെ ടൈം പറഞ്ഞാൽ നൈറ്റ് ഇടുമ്പോൾ നമ്മളെ വീഡിയോസൊന്നും കയറണില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഒരു 10 മണിക്ക് ശേഷമാണ് ഞങ്ങളെ വീഡിയോസ് കയറാമെന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് വെറുതെ ആയിരിക്കും പറയുന്നത്, പക്ഷെ അത് വെറുതെ അല്ല. ഓരോരുത്തർക്കും എല്ലാവർക്കും ഉണ്ട് നമ്മളെ വാച്ച് ചെയ്യാൻ ഒരു ടൈമുണ്ട്. നമ്മളെ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ അകത്ത് നമ്മളെ YT സ്റ്റുഡിയോയിൽ നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ എല്ലാവരും അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഇടാം. പുതിയ ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളെ വീഡിയോസ് കയറും. നിങ്ങൾക്കറിയാണ്ട് നിങ്ങൾ വെറുതെ കുറേ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. പിന്നെ പരമാവധി ചെറിയ വീഡിയോ ആയാലും പിന്നെ നമ്മളെ കണ്ടൻ്റ് ആണെങ്കിലും കോമഡി ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോമഡി നോക്കുക, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കണ്ടൻറ്റ് വേണം. കാരണം ഒരു കണ്ടൻറ്റ് ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോസ് ആയാലും അധികം കാണാൻ നിൽക്കില്ല. അങ്ങനെയുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 3-4 മാസം ആയപ്പോഴത്തേനും നമ്മൾ 2 മാസം ആയപ്പോഴത്തേനും 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ്. ശരിക്കും ഒരു വർഷത്തിനുള്ളിൽ 1000 സബ്സ്ക്രൈബേഴ്സും
4000 വാച്ച് അവറാണ് പറയണത്. പിന്നെ പെട്ടെന്ന് നമുക്കൊരു ലോങ് വീഡിയോ, ഞങ്ങളെ ലോങ് വീഡിയോ കുറച്ച് ഇതിൽ കയറിപ്പോയി. ഞങ്ങൾ ഒരു ഹെയറിൻ്റെ വീഡിയോ ഇട്ടുണ്ടായി. അത് ഞങ്ങൾ തീരെ പ്രതീക്ഷിക്കാനായിട്ടൊരു വീഡിയോ ആണ്. അതിനൊരു മുൻകരുതലോ നേരം ഒരു മുൻകൂട്ടി തയ്യാറെടുത്തൊന്നും ഞങ്ങൾ ഇട്ടിട്ടുണ്ടായില്ല. വീട്ടിലിരുന്ന സംഭവം നമ്മൾ വീട്ടിൽ എന്താണോ ചെയ്യാന്നുള്ളത് അത് നല്ല രീതിയിൽ തന്നെ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൂടുതൽ അലങ്കാരമായൊന്നും ചെയ്തില്ല, പക്ഷെ നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷെ അത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നത് അതൊരു ഇപ്പോൾ ഞാൻ പറയാം 25K ഒക്കെ ആയിട്ടുണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലൊക്കെ ഇന്നുകൊണ്ട് നമ്മളെ വാച്ച് അവർ ഭയങ്കരമായിട്ട് കൂടി. നമുക്ക് പിന്നെ നോട്ടിഫിക്കേഷൻ വന്ന് 2000 വാച്ച് അവർ ആയിട്ടുണ്ട്, 3000 വാച്ച് അവർ ആയിട്ടുണ്ട്, അങ്ങനെ ഒന്ന്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടി. ഇപ്പോൾ ഞങ്ങൾക്ക് നിലവിലുള്ളത് 2000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ് 4000 വാച്ച് അവറും കഴിഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് കൂടുതൽ നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ പുതിയ യൂട്യൂബർമാരോട് പറയുന്നതാണ്, പുതിയ ഷോർട്സ് ഇടുന്നവർ പറഞ്ഞു നിങ്ങൾക്ക് അത് വ്യൂസ് ഇല്ല, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇതിനൊരേ ലിങ്ക് ഉണ്ട്. നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് നമ്മൾ അതിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും ഈ ലിങ്കിലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം. അത് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ടും പിന്നെ വ്യൂസ് കൂടാനായിട്ട് ഇത് മറ്റുള്ള ആൾക്കാരേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളെ യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്സ്, അതായത് നമ്മൾ ഇത്തിരി വ്യൂസുള്ള ഷോർട്സോ അതുപോലെ തന്നെ നല്ലൊരു കോമഡിയുള്ള ഷോർട്സ് എടുത്തതിന് ശേഷം ഈ ഷോർട്സ് നമ്മൾ നേരെ എന്ത് ചെയ്യുക, ഇവിടുന്ന് ഇതിൻ്റെ ലിങ്ക് എടുക്കുക. ഇതിൻ്റെ ലിങ്ക് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ക്രോമിൽ പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഫ്രീ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ലിങ്ക് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ജനറേറ്റഡ് സബ്സ്ക്രൈബേഴ്സ് ലിങ്ക് എന്നുള്ള സംഭവം ഓപ്പൺ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അടിയിൽ നമ്മുടെ ലിങ്ക് അവിടെ കൊടുക്കാൻ പറയും, ലിങ്ക് അവിടെ കോപ്പി ചെയ്യാൻ പറയും. അപ്പോൾ ലിങ്ക് അവിടെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിങ്ക് ഓട്ടോമാറ്റിക് എല്ലായിടത്തേക്കും എത്തും. അത് സബ്സ്ക്രൈബേഴ്സിനുണ്ട്, അത് വ്യൂസ് കൂട്ടാനുള്ളതുണ്ട്. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആദ്യമൊക്കെ നമുക്ക് 3, 4, 5 ഒക്കെ കൂടുന്നത് 10, 15 അങ്ങനെ വെച്ച് കൂടിക്കോളും. നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മളേതെങ്കിലും ഷോർട്സ് അതിൻ്റെ ലിങ്ക് എടുക്കുക. അതുപോലെ തന്നെ ഫ്രീ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ജനറേറ്റർ എന്നുള്ള ഒരു ഇതിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്യുക. അതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അത് സബ്മിറ്റ് ചെയ്യുക. കോപ്പി ചെയ്ത് അതിൻ്റെ അത് കോപ്പി ചെയ്യുക. ആ ലിങ്ക് അങ്ങോട്ട് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് എല്ലാ ഇതിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സും കൂടും, വ്യൂസും കൂടും. അപ്പോൾ